ഹലോ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. ഇത് ഉത്രാട ദിവസത്തെ വീഡിയോ ആണേ. എനിക്ക് അന്ന് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ തിരുവോണത്തിൻ്റെ പറഞ്ഞത്. അപ്പോൾ ഉത്രാടത്തിനൊരു ചെറിയ സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ട് വേഗം പണികൾ തീരാൻ വേണ്ടിയിട്ട് സുന്ദുവിനോടാണ് കേട്ടോ തേങ്ങയൊക്കെ പൊളിച്ചു തരാൻ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പൊതുവെ വീട്ടിൽ കൂടുതലും അച്ഛനാണ് കേട്ടോ തേങ്ങയൊക്കെ പൊതിച്ചു തരാറ്. ഇന്ന് പിന്നെ അച്ഛൻ ഫ്രീ അല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ സുന്ദുവിനെ ഏൽപ്പിച്ചത്. നമ്മുടെ ഉണ്ണി ഉറങ്ങലും നീക്കലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. പിന്നെ പാപ്പൻ പതിവ് പോലെ പണിക്ക് പോകുന്ന ടൈമിൽ വീട്ടിലേക്ക് കയറി ഉണ്ണീനെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ വർക്കിന് പോവാറുള്ളത്. ഇച്ചുൻ്റെ അമ്മായി വൈകമ്മായി ഇച്ചുനെ കൊണ്ടുപോകാൻ നിൽക്കട്ടോ. ഇതാ ഇച്ചു പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ധൃതി കൂട്ടട്ടോ. ഇത് കൊണ്ടുപോടി കുട്ടീനെ, അതിന് കരയണ്. അപ്പോൾ ഉണ്ണീനെ അവിടെ കിടത്തിയിട്ട് പാപ്പം പോവുകയും ചെയ്തു. മുത്തുമോൾ അണിച്ച് വരും ചെയ്തു. മുത്തുമോൾ എടുക്കാത്തതിനാണ് കേട്ടോ അവിടെ കരഞ്ഞിട്ടുണ്ടായിരുന്നു പാശാൻ. മുത്തുമോളൊക്കെ വന്നിട്ട് എടുക്കാതെ പോയ ഇപ്പം ഇങ്ങനെ ഇരുന്ന് കരയും കേട്ടോ. കാരണം മുത്തുമോളാണ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുക, റോട്ടിലേക്ക് നടത്തിക്കുക, വീട്ടിലേക്ക് അപ്പുറത്തേക്ക് പോവുക ഒക്കെ ചെയ്യുക. കൂടുതലും അവനെ നടത്തിക്കുന്ന ആൾ നമ്മുടെ മുത്തുമോളായ കാരണം കൊണ്ട് മുത്തുമോളേനൊക്കെ കണ്ടവൻ വിടില്ല. കരഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇടിപ്പിച്ചിരിക്കും കേട്ടോ അവൻ. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഉത്രാടത്തിനാണ് കേട്ടോ കലാപരിപാടികളൊക്കെ വെക്കുക. ഉറിയടി, വടംവലി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവില്ല. ഓണപ്പരിപാടികളൊക്കെ നടത്തുക ഉത്രാടത്തിൻ്റെ അന്നാണ്. പിന്നെ ഞങ്ങൾ ചെറിയൊരു സദ്യയൊക്കെ ഉത്രാടത്തിൻ്റെ അന്ന് ഒരുക്കൂട്ടും. അപ്പോൾ മുത്തുമോൾക്കും അവിടെ പണിയുള്ള കാരണം കൊണ്ട് കുറച്ച് നേരം ഉണ്ണീനെ നോക്കിയതിന് ശേഷം ഉണ്ണീനെ അവിടെ കടത്തി കളിപ്പിക്കാൻ പറഞ്ഞിട്ട് ഉണ്ണീനെ കടത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ സുന്ദുവിന് ഓണമില്ല വിഷുവില്ല എന്നും വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവൻ പോകാൻ എന്തായാലും റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ സുന്ദു പോണ ടൈമിൽ ഉണ്ണി ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുണിയുന്നുണ്ട്. പക്ഷേ സുന്ദുവിന് അച്ചെടുക്കാനുള്ള നേരവും ഇല്ല കേട്ടോ. അപ്പോൾ സുന്ദു ഇങ്ങനെ കളിപ്പിച്ചിട്ട് ഉണ്ണീനെ കളിപ്പിച്ചിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അവനൊന്നും നീന്തില്ല, മടിയനായ പുത്രാണ് അച്ഛൻ്റെ മടിയനായ പുത്ര. തിരിയാനല്ലാണ്ട് നീന്താൻ അറിയില്ല അവന്. ഒട്ടും തിരിഞ്ഞ് പൊക്കോളും. ഷോപ്പിംഗാ. അപ്പോൾ നമ്മുടെ ഉണ്ണി നീന്താത്തേനാണ് ഏട്ടയ്ക്ക് കിടന്ന് പറയുന്നത്. അവൻ കിടന്ന് നീന്തൊക്കെ ചെയ്യും. അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ വേണം. ഒന്നില്ലെങ്കിൽ പുതപ്പ്, അല്ലെങ്കിൽ കളിപ്പാട്ടം, അല്ലെങ്കിൽ ആ മാറ്റിൻ്റെ ഏറ്റവും അറ്റം കൊണ്ടുപോയി കടിക്കും. അപ്പോൾ ആ ടൈം അങ്ങനെയൊക്കെ ആകുമ്പോഴാട്ടോ നമ്മുടെ ഉണ്ണി കൂടുതൽ നീന്താൻ. അങ്ങനെ ഏട്ടൻ ഉണ്ണീനെ നോക്കാം പൂവ് ഇടാനല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ എന്നിട്ട് ഉണ്ണീൻ്റെ അടുത്ത് തന്നെ പോയിരുന്നിട്ടാണ് കേട്ടോ പൂവ് അരിയുണ്ടായിരുന്നത്. അതിനുശേഷം ഞാനും വന്നു കേട്ടോ ഏട്ടനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. വേഗം അരിഞ്ഞാൽ വേഗം കഴിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഏട്ടൻ്റെ കൂടെ കൂടിയിട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് തല്ലോടും ചെയ്യും. ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി. പിന്നെ കഴിഞ്ഞ ഓണത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാട്ടോ ഇങ്ങനെ പോവുമായിരുന്നത്. ഇടയ്ക്ക് ഉണ്ണീനെ നോക്കുക, ഉണ്ണീനെ കളിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്തായിരുന്നേ. അടുക്കളയിൽ പിന്നെ അമ്മ പഴമൊക്കെ പുഴുങ്ങാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. ഓണൊക്കെ ആയിട്ട് പിന്നെ പഴം, പപ്പടം, ചായ അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ കൂടുതലും പഴം കേട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്നത്. അച്ഛന് പിന്നെ പനി ഇപ്പോൾ വന്നു പോയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ തണവുള്ള കാരണം കൊണ്ട് സോക്സൊക്കെ ഇട്ടിട്ട് നടക്കണ്ടായിരുന്നത്. അപ്പം അതിന് ഏട്ടൻ വേണ്ടി ഇങ്ങനെ കളിയാക്കാണ് കേട്ടോ കുബേരനിലെ ദിലീപാണെന്നൊക്കെ പറഞ്ഞിട്ട്. വീഡിയോ എടുക്കൽ മാത്രമല്ല പണി, അത് എന്റെ പണി. ഈ തന്നെ മറ്റുള്ളവർ പണി എടുക്കുന്നത് ഈ അപൂർവം കഴിച്ചാൽ പറയും. ഈ പണി എടുക്കുന്നത് എവിടെ കാണുന്നത്? ഞാൻ വീഡിയോ എടുക്കാം കൊണ്ടാ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടന്ന മാത്രം പോരാ, വീട്ടിലെ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് നാളികേരം എന്തായാലും സുന്ദു പൊളിച്ചോളൂ. അത് ചെറുക്കി തരേണ്ട ഡ്യൂട്ടി ഏട്ടൻ്റെയാണെന്ന് പറഞ്ഞിട്ട് ഏട്ടനോട് പറയാണ്ടോ നാളികേരം ചെറുക്കി തരാൻ. പക്ഷേ എവിടെ ആശം പൂവിടാൻ നിന്നിട്ടോ. നാളികേരം ചെറുക്കേണ്ട ഡ്യൂട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നാളികേരം ചെറുക്കണത് ഇതിൻ്റെ തലയിലിട്ടിട്ട് ഏട്ട അവിടെ പൂവിന് മാവിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ അരിയാണ് കേട്ടോ പൂവിടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ വലിയപാപ്പൻ വന്നിട്ടുണ്ടായിരുന്നു. വലിയപാപ്പൻ നമ്മുടെ ഉണ്ണിക്ക് ഓണക്കോടിയായിട്ട് വന്നതാണ്. പാപ്പൻ വന്ന ടൈമിൽ ഉണ്ണി ഉറങ്ങുമായിരുന്നു. പിന്നെ അവൻ നീച്ചപ്പോൾ അവന് ഓണക്കോടികളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഏട്ടൻ പൂവിടലൊക്കെ ഒരു ഓൾമോസ്റ്റ് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടനാണെന്ന് മഴയൊക്കെ കൊണ്ടിട്ട് കോട്ടയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ പൂവൊക്കെ ഇട്ടുണ്ടായിരുന്നത്. ആരും സഹായിക്കാനും ഇല്ലല്ലോ. അപ്പോൾ ഒറ്റയ്ക്ക് അമ്മയാണെങ്കിൽ അടുക്കളയിൽ പണിയെടുക്കുക, ഞാനാണെന്ന് ഉണ്ണീനെ നോക്കേണ്ട ഡ്യൂട്ടിയിൽ. മുത്തുമോളാണെങ്കിൽ മുത്തുമോൾ ഉണ്ണീനെ എടുക്കാൻ വരാറുണ്ട്. ഇപ്പോൾ ഉത്രാടൊക്കെ അല്ലേ, ഇവിടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകും വേണം, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ മുത്തുമോളും ഫ്രീ അല്ലായിരുന്നു. അപ്പോൾ പൂവിടേണ്ട ആൾ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു കേട്ടോ പൂവിട്ടിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അടുക്കളയിൽ പിന്നെ കാളൻ, അവിയൽ, സാമ്പാർ, ഉപ്പേരി
പപ്പടം, അങ്ങനെ ചെറുതായിട്ടൊരു കുറച്ച് ചെറിയൊരു സദ്യ ആയിരുന്നു കേട്ടോ ഉത്തരാടത്തിൻ്റെ അന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൂവിടലൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടൻ. എന്നിട്ട് മഴ പെയ്താൽ കൊളാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുട ചൂടി കൊടുത്തേക്കാണേ. അപ്പോൾ നേരം നല്ല വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനാണെങ്കിലോ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ വേഗം കഴിച്ചിട്ട് കുളിച്ചോ എന്ന് പറഞ്ഞിട്ട് അമ്മ ചീത്ത പറയണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. അങ്ങനെ ഇച്ചോട്ടിനെ അതിൻ്റെ ഇടയിൽ കുളിപ്പിച്ച് സുന്ദരനെ കുട്ടപ്പനാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ദൈവത്തിനെ തൊഴിപ്പിക്കുകയും കുറി ഇടിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. ആൾ ഇച്ചിരി കുറുമ്പനാണ് കേട്ടോ. വയൽ എന്തെങ്കിലും കുളിക്കുമ്പോൾ കളിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ കാറി കുളിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഏട്ടനടക്കം കുളി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടതിൻ്റെ പൊലിവാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ഇങ്ങനെ പുതിയതായിട്ട് ചെരുപ്പോ ഡ്രസ്സോ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ അത് പുതിയതായിട്ട് യൂസ് ചെയ്യുമ്പോഴുള്ള ആ ഒരു പൊലിവാണ് കേട്ടോ. പിന്നെ ഇച്ചു ഉറക്കം തൂങ്ങുമ്പോൾ ഇച്ചിന് ഉറക്കാൻ നോക്കുകയാണ് കേട്ടോ സ്വത്തുപാൻ. പക്ഷെ ഇച്ചു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. ഓണത്തിന് ഇച്ചുൻ്റെ അമ്മ മേടിച്ചു കേട്ടോ. ഇച്ചുൻ്റെ അമ്മ മേടിച്ചു വെക്കാം. അങ്ങനെ ഇച്ചു എന്തായാലും ഉറങ്ങിയിട്ടില്ലല്ലോ. എന്നാൽ ഇച്ചുനെയും കൂട്ടിയിട്ട് പരിപാടി കാണാൻ പോവാ പറഞ്ഞിട്ടാണ് കേട്ടോ ഏട്ടൻ പോകുന്നത്. എൻ്റെ ആണെങ്കിലോ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരുക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഏട്ടനും ഇച്ചും കൂടിയിട്ട് പരിപാടി കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. നേരെ കാണുന്ന പറമ്പിൽ തന്നെ ആയിരുന്നു കേട്ടോ പരിപാടി ഉണ്ടായിരുന്നത്. അവിടെ രാവിലെ സമയങ്ങളിൽ കുട്ടികൾക്കുള്ള ഗെയിംസാണ് കൂടുതലുണ്ടായിരുന്നത്. കാരണം ആൾക്കാരൊക്കെ വീട്ടിലുള്ള അമ്മമാരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് സദ്യയൊക്കെ ഒരുക്കിയിട്ട് വരാൻ എന്തായാലും 11 മണി 12 മണി ആവുമല്ലോ. അപ്പോൾ അതുവരെ കുട്ടികളുടെ ചെറിയ പരിപാടികളായിരുന്നു കേട്ടോ കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഇച്ചുവിൻ്റെ അമ്മയുടെ കയ്യിലെത്തിട്ടോ. മുത്തുമോളനെ എവിടെ വെച്ച് കണ്ടാലും ഇച്ചു അങ്ങോട്ട് എടുത്ത് ചാടി മുത്തുമോൾ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓണപ്പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നതാണെന്ന് തോന്നുന്നു. അഭിയേട്ടനും മർഷത്തും അങ്ങനെ കുറച്ച് പേര് നാട്ടിലില്ലാത്തവരാണ് കേട്ടോ. അപ്പോൾ ഓണം പരിപാടി കൂടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് അവരൊക്കെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവരൊക്കെ ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ണീനെ കണ്ടിട്ടോ അങ്ങനെ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഓണം ഈ ടൈമിലാണ് കൂടുതൽ ഇങ്ങനെ എടുക്കണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ മുത്തുമോളും യാഗം കസേര കളിക്ക് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ മുത്തുമോള് കസേര കളിയിൽ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ മേമ്മമാരും എല്ലാവരും കൂടിയിട്ട് വലിയ ആൾക്കാരെ കസേര കളിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഞാനും എല്ലാത്തിലും ചേരണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാനവിടെ വീട്ടിൽ ലോക്കായിപ്പോയി. ഞാനിങ്ങനെ കസേര കളിക്കൊക്കെ കൂടണം വിചാരിച്ചത് കേട്ടോ. പക്ഷേ എനിക്ക് വീട്ടിൽ നിന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ ആൾക്കാരുടെ കസേരക്കളി ആയപ്പോൾ ആണുങ്ങളുടെ കസേരക്കളി ആയപ്പോൾ ഏട്ടനും പാപ്പനൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ പരിപാടികളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ഓണം വർഷത്തിലൊക്കെ ഒരിക്കലും കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. ഈ നാട്ടുകാരൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഗെയിംസൊക്കെ വെക്കുക, കളിക്കുക, ചിരിക്കുക, എല്ലാവരും ഒത്തുകൂടുക. ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു കേട്ടോ അതൊക്കെ. അങ്ങനെ നമ്മുടെ വിസിലടിക്കുന്ന ആൾ നമ്മുടെ അജയനാണ് കേട്ടോ. അജയനാണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. അപ്പനെന്ന് വെച്ചാൽ പ്രാന്ത് പിടിച്ചിട്ട് ഇവന്നല്ലെങ്കിൽ വിസിലടിക്കുന്നു പറയുന്നുണ്ട്. ഇവർ വിസിലടിച്ചാലാണല്ലോ നമുക്ക് കസേരകളിൽ ഇരിക്കാൻ പറ്റുക. അതുകൊണ്ട് ഇവനാണെന്ന് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഏട്ടൻ തോക്കണ വീഡിയോ വെച്ചാലോ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെച്ചാലും എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇച്ചൂട്ടിനെയും പുതിയ ഡ്രസ്സ് ഇത് വിഷുവിന് ഇച്ചുവിന് വേണ്ടിയിട്ട് അടിച്ചതാണ് കേട്ടോ. അച്ഛൻ അടിച്ചിട്ടുണ്ടായിരുന്ന കുർത്തേനെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരേപോലെ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇച്ചൂട്ടിന് ഈ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇച്ചൂട്ടിന് രാവിലെ പുതിയ ഡ്രസ്സ് ഇട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡ്രസ്സ് മാറ്റിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇച്ചൂട്ടിനെ ഒരുക്കി. അപ്പോഴേക്കും നമ്മുടെ സ്വത്തുമോനും അപ്പും സ്വത്തും അങ്ങനെ കസിൻസ് കണ്ണനും എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഉണ്ണീനെ കളിപ്പിക്കുകയും ഒക്കെ ചെയ്യണേ. പിന്നെ അപ്പവും സ്വത്തുമോനൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മുറ്റത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും കലാപരിപാടികൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഉണ്ണീനെ പാപ്പ എടുത്തേക്കുമ്പോൾ ഏട്ടൻ ഇങ്ങനെ കയ്യുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ അടുത്തേക്ക് ചാടും. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ഉണ്ണിയുള്ളപ്പോൾ പാപ്പൻ കയ്യിട്ട്. അപ്പോൾ പാപ്പൻ്റെ അടുത്തേക്ക് ചാടും. ഇവർ രണ്ടാളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ണീനെ മാറ്റി കളിക്കായിരുന്നു കേട്ടോ പരിപാടി ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ കുറേ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിൽ ജെംസ് ഇട്ടിട്ട് ആ സ്ട്രോങ് കൊണ്ട് ഊതിയിട്ട് ആ ജെംസ് മിഠായി ആ ഗ്ലാസ്സിക്ക് എത്തിക്കുക കേട്ടോ. മീൻസ് ഇടുക. അതായിരുന്നു കേട്ടോ ഗെയിം ഉണ്ടായിരുന്നത്. അതിൽ 5 ജെംസ് മിഠായിയോ അങ്ങനെ എന്തോ ഒരു കണക്ക് വെച്ചിട്ടുണ്ടേ. അങ്ങനെ ചെയ്തവർക്കാണ് കേട്ടോ ജയിക്കുണ്ടാവുക. നമ്മുടെ പാച്ചും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണേട്ടനും എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നേ. എഴുത്തിമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എഴുത്തിമ്മയ്ക്ക് അവിടെ എന്തോ പണിയും തിരക്കൊക്കെ കാരണം എഴുത്തിമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പാച്ചു ആണെങ്കിലോ ഓടി വന്നിട്ട് എന്നെ കണ്ടപ്പോൾ എൻ്റെ മടിയിൽ കയറിയിരുന്നു കേട്ടോ. പാറു ആണെങ്കിലോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ച് തിരിച്ച് ഒരു കളി ജയിക്കില്ല കേട്ടോ. അടുത്ത കളി തോക്കാൻ പോവാണ്.
ഏട്ടൻ പിന്നെ പ്രായവ്യത്യാസമില്ലാതെ കുട്ടികളെ കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അലോകനെ പിടിച്ചിട്ട് വാരുണ്ടായിരുന്നേ. ഏട്ടന് ചെറിയ കുട്ടികളൊന്നും വലിയ കുട്ടികളൊന്നും ഇല്ല കേട്ടോ. അതിനൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കളിയാക്കാൻ കേട്ടോ. ഇത്ര കളി തോറ്റില്ലടാ, അത്ര കളി ഇനി ഗെയിം ചേരുന്നില്ലേ, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിയാക്കണം. മത്സരങ്ങളൊക്കെ പിന്നെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ. ഈ ഗെയിം എന്താ വെച്ചിട്ടാ, ബലൂൺ ഇങ്ങനെ മുകളിക്കിടുക, നിലത്ത് മുട്ടരുത്. അപ്പോൾ ബലൂൺ ഇങ്ങനെ തട്ടും വേണം, അതായത് നിലത്ത് വീഴാതെ നോക്കും വേണം. ആ ഗ്ലാസും കൊണ്ട് പിരമിഡ് നിർമ്മിക്കും വേണം കേട്ടോ. അങ്ങനെയായിരുന്നു ഗെയിമേ. കുറച്ച് പാടുള്ള പണി. അപ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ എല്ലാവരും വീട്ടിലേക്ക് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ 2:15 പ്രോഗ്രാം തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞേ. ഏട്ടൻ പിന്നെ മീറ്റിങ്ങിലും കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛനും അമ്മയും നേരത്തെ ഇരുന്ന് കഴിച്ചേ. എൻ്റെ വേഗം കഴിഞ്ഞപ്പോൾ ഞാൻ നീച്ചു പോയേ. അപ്പോൾ പിന്നെ ഏട്ടൻ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത് വന്നിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കായിരുന്നേ. അങ്ങനെ എല്ലാവരും കഴിഞ്ഞ് പാത്രങ്ങളും കഴിച്ച് പാത്രം എടുത്തുവെച്ച് ഇപ്പോഴെല്ലാം തുടച്ചുകൊണ്ടിരിക്കുക. ഈ 2 പച്ചമുളക് മാത്രമേ ബാക്കിയുള്ളൂ. അതും കേട്ടിക്കാ അമ്മ കണ്ട് ചട്ടുകെടുത്ത് ഇളക്കി കഴിഞ്ഞാൽ മനസ്സിലായോ? ഇച്ചുവിനെ പിന്നെ അവിടെ പരിപാടി കാണാൻ കൊണ്ടുപോയപ്പോൾ അവൻ്റെ ടൈമിന് അവൻ ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് ഫീഡ് ചെയ്തപ്പോഴാണ് കേട്ടോ അവ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ ദേഷ്യത്തോടെ എന്തിനാ ഏട്ടനെ നോക്കണെന്ന് വെച്ചാൽ ഉണ്ണി ഉറങ്ങുമായിരുന്നു. അപ്പോഴാണ് ഏട്ടൻ ഡാൻസ് കളിച്ച് വന്നിട്ട് വാതിൽമേൽ 2 കൊട്ടും കൊട്ടിയപ്പോൾ ഉണ്ണി നീച്ചു കേട്ടോ. അപ്പോൾ അതിന് ദേഷ്യം വന്നിട്ടാണ് കേട്ടോ ഞാൻ നോക്കുന്നത്. അപ്പോൾ ഏട്ടനാണെങ്കിലും ഉണ്ണീനെ കയ്യിൽ ഉറക്കും ചെയ്തു. പക്ഷേ കാര്യം ഉണ്ടായില്ല. ഉണ്ണീനെ കൊണ്ടുപോയി കെടുത്തിയതും അവൻ നീച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇച്ചുവിനെ എടുത്തിട്ട് ബാക്കിയുള്ള ഗെയിംസ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബിസ്ക്കറ്റ് നെറ്റീമ വെച്ചിട്ടുള്ളൊരു ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ കൈ ഉപയോഗിക്കാതെ വായിൽ കടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രേഖേച്ചിയുടെ മകളല്ലേ ആദ്യമൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഗെയിമിന്. അങ്ങനെ അവിടെ കുട്ടികൾ ഗെയിം കളിക്കുന്ന കണ്ടിട്ട് ഏട്ടൻ ഒരു ബിസ്ക്കറ്റ് കൊടുത്ത് നെറ്റിമ വെച്ചിട്ട് കൈ എനക്കാതെ കൈ കൊണ്ട് പിടിക്കാതെ വായിലിടാൻ പറ്റുമെന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച ഏട്ടനും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നാണ് കേട്ടോ. പക്ഷെ അല്ലായിരുന്നേ. അപ്പോഴാണ് നമ്മുടെ ഒരു സുന്ദരി കുട്ടി എല്ലാവരും നീച്ചു പോകാതെ അങ്ങനെ ഇരിക്കുന്ന കണ്ടത്. അത് എന്താണ് അവൻ ഈ നെറ്റിമ ഇങ്ങനെ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് എനക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് അവിടെ നിന്ന് ഇണങ്ങണമില്ല. എല്ലാവരും നീച്ചു പോയിട്ട് ഉണ്ണി നീക്കണമില്ല കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നേ. ലാസ്റ്റ് ഉണ്ണി എന്നെ കൈ കൊണ്ട് ആ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഗെയിമാണ് കേട്ടോ, ഈ നൂല് ഫുള്ള് ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഗെയിം. ഇതിലും എൻ്റെ അടുത്ത് ചേരാൻ അമ്മ അങ്ങനെ പറഞ്ഞു കേട്ടോ ആ ടൈമിൽ. പക്ഷേ ഞാൻ ഉണ്ണീനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ഗെയിം പിന്നെ അമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുണ്ട്. എല്ലാവരും ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. ഞാനാണെങ്കിൽ ഫീഡ് ചെയ്യാൻ പോയ കാരണം ഇതിക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല, കുറച്ചായിട്ടേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഉണ്ണിമോളിച്ചും രേഖിച്ചും അതേപോലെ മേമ്മമാരും എല്ലാവരും ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മത്സരങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ കളികളും ഉണ്ടായിരുന്നു കേട്ടോ. തിരുവാതിരക്കളിയും കൈക്കൊട്ടിക്കളി അങ്ങനെയൊക്കെ കളികളൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്രാവശ്യം ഒരു ടീം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കൂടുതലും 2-3 ടീമെങ്കിലും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും മേന്മാരും അമ്മയും പിന്നെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ ആയിട്ട് കളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എല്ലാവർക്കും ഓരോ ബുദ്ധിമുട്ടായിട്ട് ആരും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ടീമിൻ്റെ തന്നെ 2-3 കളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ കളി നടക്കുമ്പോൾ ഇവിടെയും കളി നടക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇച്ചുട്ടിനെ എല്ലാവരും കൂടി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇച്ചു ആണെങ്കിൽ എല്ലാവരെയും ഇങ്ങനെ കണ്ടിട്ട് എല്ലാവരെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ പിന്നെ ഇങ്ങനെ ചിപ്സും ശർക്കരപ്പേരൊക്കെ ചെറിയ ചെറിയ പാക്കറ്റ് ആക്കിയിട്ട് വരുന്നവർക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ ഓണത്തിൻ്റെ അന്ന് പരിപാടിക്ക്. ഗസ്റ്റുകളൊക്കെ വന്നതിന് ശേഷമാണ് കൊടുക്കാറ്. ഇപ്രാവശ്യം കുറച്ച് നേരത്തെ കൊടുത്തു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ 2-3 എണ്ണത്തിൽ കൂടുതൽ എല്ലാവരും ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും മതിയാവും ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ
അങ്ങനെ കളികളൊക്കെ കഴിഞ്ഞിട്ട് പ്രസംഗം കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്കും അവരൊക്കെ നീട്ടുപോയിട്ടോ ക്രിക്കറ്റ് കളിക്കാനാണെന്ന് പറഞ്ഞിട്ട്. ആ പ്രസംഗത്തിനൊക്കെ മുന്നേ ഒരു ടീമിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവർ 3 പേരും അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരുണ്യം കോരുന്ന സ്നേഹസ്വരൂപനെ കാലിണ കൈവണങ്ങുന്നു ഞങ്ങൾ. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം മേമയുടെ വക പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രസംഗവും പിന്നെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അരി വിതരണം അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ മത്സരത്തിൽ ജയിച്ചവർക്ക് സമ്മാനം കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണീനെയും കുളിപ്പിച്ച് ഉണ്ണീനെയും കഴിക്കാനൊക്കെ കൊടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ കുഞ്ചിക്കായിരുന്നു കേട്ടോ ഉണ്ണീനെ. അപ്പോഴേക്കും സ്വന്തം വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ രാത്രി ആകുമ്പോൾ പിന്നെയും പണിയുണ്ടായിരുന്നു കേട്ടോ. രാവിലേക്ക് പൂവിടാൻ വേണ്ടിയിട്ട് പൂവൊക്കെ അരിഞ്ഞ് വെക്കുക, ഡിസൈനൊക്കെ വരച്ച് വെക്കുന്ന ഡ്യൂട്ടിയൊക്കെ ഏട്ടനായിരുന്നു കേട്ടോ. അപ്പോൾ ഉത്രാടത്തിന് തിരുവോണത്തിനൊക്കെ വലിയ പൂവിടാറുണ്ടേ. അപ്പോൾ ഉത്രാടത്തിന് ചെറിയൊരു പൂവിട്ടിട്ട് തിരുവോണത്തിന് വലിയൊരു പൂവിടാനായിരുന്നു കേട്ടോ പ്ലാന്. അങ്ങനെ പൂവിടാനുള്ള പൂവൊക്കെ കുറച്ചൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഏട്ടൻ. അതിനുശേഷം ഡിസൈനൊക്കെ ഫോണിൽ നോക്കിയിട്ട് വരച്ച് ശേഷമാണ് ഏട്ടൻ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ. ഇത്രാട് ദിവസത്തെ വീഡിയോ ഇതോടുകൂടി കഴിഞ്ഞു കേട്ടോ. ഇനി നാളെ തിരുവോണത്തിൻ്റെ അന്ന് തിരുവോണ വിശേഷങ്ങളായിട്ട് വീണ്ടും വരുന്നതാണേ. അപ്പോൾ ഓക്കെ, ബൈ.